ഹായ്, ഇന്നൊരു പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ക്യാരറ്റ്, സവാള, ബീൻസ്, പച്ചമുളക്, പിന്നെ തക്കാളി, കുറച്ച് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു. ഇനി കുക്കർ ചൂടാക്കാൻ വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ മാത്രമല്ല, കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. എന്നിട്ടത് കുറച്ച് ചൂടാകണം. നോക്ക്, ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇടാം. ജീരകം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാളയും പിന്നെ പച്ചമുളകും കൂടി ഇടണം. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറാകണം. എന്നിട്ട് നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇടാം. എന്നിട്ടത് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും ബീൻസും അരിഞ്ഞതോടെ ഇട്ടിട്ട് നമുക്ക് ചൂടാക്കാം. അതൊന്ന് വഴണ്ട് വരണം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. അപ്പം നല്ല മഞ്ഞ കളറാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. നല്ല കളർ കിട്ടും. അതുകൂടെ മിക്സ് ആക്കണം. പിന്നെ ഞാൻ മസാലപ്പൊടിയുണ്ട്, ആ മസാലപ്പൊടിയും കൂടി ഇട്ട് മിക്സാക്കി. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ട്, അതും കൂടെ മിക്സാക്കി നല്ലതുപോലെ വഴറ്റണം. മസാലയെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ പനീർ പുലാവാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. പനീരെല്ലാം അരിഞ്ഞ് ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ച പനീരെല്ലാം അതിനകത്തിട്ട് മിക്സാക്കി. പിന്നെ ഞാൻ കഴുകി വെച്ച അരിയും കൂടെ അതിലോട്ട് ഇട്ട്. 1 കപ്പ് അരിയാണ് ഇട്ടത്. പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു. 1 കപ്പല്ല വെള്ളം എടുത്ത് ഈ അരിയുടെ മണ്ടേ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത്. പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ട്. അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് വെച്ച് ഇനി നമുക്ക് വേവിക്കാം. 2 വിസിലടുപ്പിച്ച്. അങ്ങനെ എൻ്റെ പുലാവ് റെഡിയായി. നല്ല കളറല്ലേ, നല്ല മണമുണ്ട്. ഇന്ന് ഞാൻ ബീട്രൂട്ട് അച്ചാർ വെച്ചാൽ കഴിക്കാൻ പോകുന്നത്. അവധിക്ക് പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പം ശരി, കാണാം.